നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇന്ന് നിർണായക ദിവസമാണ്. സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ നൽകിയ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി. പത്മകുമാറിന് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നത് ചോദ്യം. കട്ടളപ്പാളി കേസിലെ ജാമ്യ ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതിയാണ് വിധി പറയുന്നത്. ദ്വാരപാലക കേസിൽ റിമാൻഡിലായതിനാൽ ജാമ്യം കിട്ടിയാലും അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ സാധിക്കില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറിയതിൽ ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും കൂട്ടുത്തരവാദിത്തമുണ്ടെന്നാണ് ജാമ്യ ഹർജിയിൽ വ്യക്തമാക്കുന്നത്. മിനിറ്റ്സിൽ ചെമ്പെന്ന് എഴുതിയതും എല്ലാവരുടെയും അറിവോടെ തന്നെയാണ്. മറ്റുള്ളവരെ ഒഴിവാക്കി തന്നെ മാത്രം കുറ്റക്കാരനാക്കുന്നതിലെ എതിർപ്പ് കൂടിയാണ് പത്മകുമാറിന്റെ ജാമ്യ ഹർജിയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ജാമ്യ നീക്കത്തിനിടെ രണ്ടാമത് പ്രതി ചേർത്ത ദ്വാരപാലക ശില്പക്കേസിലും പത്മകുമാറിനെ SIT കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തിരുന്നു. എന്തായാലും പത്മകുമാറിന് ജാമ്യം കിട്ടുമോ ഇല്ലയോ മണിക്കൂറുകൾക്കകം അറിയാൻ സാധിക്കും. ഇനി ജാമ്യം കിട്ടിയാൽ തന്നെ അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ സാധിക്കില്ല. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള ലോക്സഭയിൽ ഉന്നയിച്ച് കോൺഗ്രസ് MPമാർ ഹൈബി ഈഡനും KC വേണുഗോപാലുമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ശൂന്യവേളയിൽ ലോക്സഭയിൽ ഉന്നയിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം നടത്തുന്ന SIT സംഘത്തെ നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുകയാണെന്ന് KC വേണുഗോപാൽ ആരോപിച്ചു. ശബരിമലയിലെ സ്വർണം വീണ്ടെടുക്കാനുള്ള നടപടികൾ വേണം. പല പ്രമുഖരും ഇപ്പോഴും മറയ്ക്ക് പുറത്താണ്. ഇവരെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ശബരിമലയിൽ വലിയ ആചാര ലംഘനമാണ് നടക്കുന്നത്. വിശ്വാസികളെ മുറിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ശബരിമലയിൽ നടക്കുന്നതെന്നും KC വേണുഗോപാൽ ആരോപിച്ചു. അതേസമയം ശബരിമല വിഷയത്തിൽ BJP മൗനം പാലിക്കുകയാണെന്നായിരുന്നു ഹൈബി ഈഡന്റെ ആരോപണം. BJPയുടെ മൗനം ദുരൂഹമാണെന്നും ഇത് CPM BJP കൂട്ടുകച്ചവടത്തിന്റെ സൂചനയാണെന്നും ഹൈബി ഈഡൻ ആരോപിച്ചു. CPM MLA ആയിരുന്ന പത്മകുമാർ ഇപ്പോൾ ജയിലിലാണ്. CPM നേതാവായ വാസുവും ജയിലിലാണ്. സ്വർണം കൊള്ളയടിക്കുന്ന പരിപാടിയാണ് ശബരിമലയിൽ നടക്കുന്നതെന്നും ഹൈബി ഈഡൻ വ്യക്തമാക്കി. അതേസമയം ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണം നടത്താൻ ബന്ധപ്പെട്ട രേഖകൾ കൈമാറണമെന്ന ആവശ്യവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച അപേക്ഷ പരിഗണിക്കുന്നത് ഡിസംബർ 17 മാറ്റിയിരിക്കുകയാണ്. എതിർവാദം സമർപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം സാവകാശം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണിത്. ആവശ്യപ്പെട്ട രേഖകൾ നൽകാത്തത് നടപടി വൈകിപ്പിക്കാനാണെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. അതേസമയം സമാന്തര അന്വേഷണം വേണ്ടുന്ന നിലപാടിലാണ് സർക്കാരും SITയും. തങ്ങളുടേതായ അന്വേഷണം പൂർത്തിയാക്കിയതിനു ശേഷം മതി മറ്റൊരു ഏജൻസിയുടെ അന്വേഷണം എന്നതാണ് SITയുടെ നിലപാട്. ED അന്വേഷണം നടത്തുകയാണെങ്കിൽ മറ്റു ഉന്നത വ്യക്തികളിലേക്ക് കേസ് നീങ്ങുമെന്നതിലാണ് സർക്കാരിന്റെ ആശങ്ക. പിടിച്ചെടുത്ത രേഖകൾ, കേസിന്റെ FIR, അറസ്റ്റിലായവരുടെ മൊഴികൾ, റിമാൻഡ് റിപ്പോർട്ടുകൾ തുടങ്ങിയ തെളിവുകളുടെ സർട്ടിഫൈഡ് പകർപ്പിനായാണ് അപേക്ഷ നൽകിയതെന്ന് EDയുടെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ MJ സന്തോഷ് വ്യക്തമാക്കി. തങ്ങൾക്ക് സ്വതന്ത്ര അന്വേഷണത്തിന് അധികാരമുണ്ടെങ്കിലും രേഖകൾ കിട്ടിയാൽ നടപടി വേഗത്തിലാക്കാമെന്ന വിലയിരുത്തലാണ് കോടതിയെ സമീപിച്ചതെന്നാണ് സൂചന. കേസിൽ IPC 467 വകുപ്പ് ഉൾപ്പെട്ടതിനാൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ഇവ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് ED കോടതിയെ അറിയിച്ചു. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ഉന്നതർ കേസിൽ പ്രതികളായിരിക്കുന്നതിനാൽ കുറ്റത്തിൽ നിന്ന് കിട്ടിയ തുക കണക്കാക്കുകയും കണ്ടുകെട്ടുകയും ചെയ്യാനുള്ള അധികാരം തങ്ങൾക്കുണ്ടെന്നും കിട്ടുന്ന രേഖകൾ മാധ്യമങ്ങൾക്ക് നൽകുകയോ മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയോ ചെയ്യില്ല എന്നും കൊച്ചി സോണൽ ഓഫീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ആഷു ഗോയലിന്റെ അപേക്ഷയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.